അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ പ്രദേശത്തെ യാത്രാ ദുരിതത്തിൽ നട്ടം തിരിഞ്ഞ് ജനങ്ങൾ. ദേശീയപാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ പണിതടയൽ സമരം ഇന്ന് നടക്കും. കുണ്ടും കുഴിയും നിറഞ്ഞ അപകടങ്ങൾ തുടർക്കഥയായിരിക്കുകയാണ് ഇവിടെ. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. അവസ്ഥ വളരെ പരിതാപകരമാണ്, അപകടകരമാണ്. നമ്മൾ വളരെ ഭയത്തോടു കൂടിയാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. ഈ കുഴി ആഴ്ചയിൽ ഒരിക്കൽ വെച്ചിട്ട് ആണ് ഇവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ കുഴി വീണ്ടും ഉണ്ടാവും. ഈ ഭാരവാഹനങ്ങൾ എന്തെങ്കിലും ഒന്ന് നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 3-4 കിലോമീറ്റർ അപ്പുറത്ത് കുമ്പളം വരെ 5 മിനിറ്റിനകം ബ്ലോക്കാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നു. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഈ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരിക്കണേ എന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഗുഡ് മോർണിംഗ് നേരുക, നല്ല ദിവസമാവട്ടെ എന്ന് പറയുക. പക്ഷേ നമ്മൾ ഈ റോഡിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഓണക്കാലമായി നിരവധി വാഹനങ്ങൾ തിരക്കുപിടിച്ച് എല്ലാവരും പോകുന്ന സമയമാണ്. ഈ സമയത്ത് ഇത് എന്താണ് ഈ ദുരവസ്ഥ? ഇതിന് എന്ന് മാറുമായിരിക്കും രാഗിൻ? ഓരോ ദിവസവും പുലരുമ്പോൾ ഇവിടത്തുകാർക്ക് ഒരു ശോകമൂകമായിട്ടുള്ളൊരു ദിവസമാണ് ഉണ്ടാകുന്നത്. കാരണം അത്രത്തോളം ദുരിതമാണ് ഇവിടത്തുകാർ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപ്പാത നിർമ്മാണങ്ങളാണ് ഈ അരൂർ തുറവൂർ മേഖലയിൽ നടക്കുന്നത്. പക്ഷേ അതിന്റെ മുന്നൊരുക്കം കൃത്യമായി നടത്തണ്ടേ എന്നതാണ് ചോദ്യം. ഒരു തരത്തിലുള്ള മുന്നൊരുക്കവും ഇതിന്റെ ഭാഗമായി നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? വലിയ ദുരിതത്തിലാണല്ലേ കാര്യങ്ങൾ? ഞങ്ങൾ പല ദുരിതത്തിൽ 10-85 വണ്ടിക്കാരുണ്ട്. ഒരു രക്ഷയിലോടാണ്. എല്ലാ വണ്ടികളും കംപ്ലൈന്റ് ആണ്. അന്നന്ന് കഴിയുന്ന ആൾക്കാരെ ഞങ്ങൾക്ക്. ഇപ്പൊ ഞങ്ങൾ പലിശയ്ക്ക് കാശ് കൊടുത്ത് ഓണാഘോഷിക്കേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കണമെങ്കിൽ അങ്ങനത്തെ പരാതികൾ. അതേപോലെ ജനങ്ങൾ, ബൈക്കുകാർ എല്ലാവരും. ഇപ്പൊ ഈ 2 ആഴ്ചക്ക് മുമ്പാടെ ഒരു ചേച്ചി വരെ ബസ് കയറി മരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ക്രോസ് ചെയ്താൽ കാണാനെത്തില്ല. ബസ്സുകാരുടെ തെറ്റല്ല, ഇവിടുത്തെ പണിയുടെ ഇത് കാരണമാണ്. അതുപോലെ തന്നെ ഒട്ടനവധി കടകൾ ഇല്ലാതായി പോയിട്ടുണ്ട്, കച്ചവടം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇവര് ഏതൊരുവിധ പരിഗണനയും പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഈ റോഡ് തന്നെ വളരെ മോശമായിട്ട് കിടന്നിട്ട് ഒരു 2 ആഴ്ചയിലും അധികമായി വലിയ കുഴികളാണ്. ഇപ്പൊ 3 തടി ലോറിയാണ് ഇവിടെ മറിഞ്ഞത്. ഈ 2-3 ആഴ്ചക്കുള്ളിൽ 3 തടി ലോറി മറിഞ്ഞു. ഒരു പരിഗണനയും കൊടുക്കാണ്ട് നാട്ടിൽ ഇന്നലെ 11:30 രാത്രി 11:30 വരെ ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാണ്ട് കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വന്നിട്ട് പോലും ഞങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇതിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാണ്ട്, അല്ലെങ്കിൽ ഇത് ജനം ഇപ്പോൾ ഓണമായിട്ടിന് വളരെ തിരക്കാണ്. അതിനനുസരിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു മര്യാദയില്ലാത്ത പരിപാടിയാണ്. ഇവർക്ക് അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നേ ഇല്ല. അവരുടെ പണി കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. നമ്മൾ പൊതുജനങ്ങളുടെ ഒരു കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹൈക്കോടതി അടക്കം ഇടപെട്ടിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. മാത്രമല്ല 28 പേരാണ് ഈ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ മരിച്ചിട്ടുള്ളത്. 250ഓളം കടകൾ ഇല്ലാതായി പോയിട്ടുണ്ട്. മാത്രമല്ല കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്, ഇവിടത്തുകാരാണ്. ഇതിനെന്ന് പരിഹാരം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ അധികാരികൾ എന്താ പറയുന്നത്? അധികാരികൾ എന്താ പറയാനാ, അവർ പഴയ പല്ലവി തന്നെ. അധികാരികൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവരിപ്പോൾ അധികാരികൾ ഇവിടെ വരുന്നില്ല. അവർ റൂട്ട് മാറിപ്പോയി. ഈ റൂട്ടിൽ വരുമ്പോഴല്ലേ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ വരുള്ളൂ. അപ്പോൾ ഈ റൂട്ട് വരുമ്പോഴാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ടല്ല അധികാരികൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് കുറച്ച് പോലീസുകാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞാൽ പോലീസുകാർ പോലും ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ കൂടി തന്നെയാണ് ഇവിടെ ട്രാഫിക്കൊക്കെ നിയന്ത്രിച്ചിരുന്നത്. അത് കഴിഞ്ഞ് അധികാരികൾ ബന്ധപ്പെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ പോലീസുകാരെ കൊണ്ട് വിടാൻ തുടങ്ങി. നേരത്തെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് നാട്ടുകാർ അവർ കൂടിയാണ്. ഇവിടെ നാട്ടുകാർ ഇറങ്ങിയാൽ മതി. ഇവിടെ വേറെ ആരും വേണ്ട. നാട്ടുകാർ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ എല്ലാം നടക്കും. ഇവിടെ നാട്ടുകാർ ഇറങ്ങാത്തതുകൊണ്ടാണ്. നാട്ടുകാർ നാളെ ആട്ടെ പിന്നെ ആട്ടെ ഇരിക്കണോണ്ടാണ്. നാട്ടുകാരെന്ന് ഇറങ്ങി നോക്കട്ടെ. ഇന്ന് പണിതടയൽ സമരമൊക്കെ ഉണ്ടല്ലോ. പണിതടയൽ സമരം തടയണം. ഇത് നിങ്ങൾ ചെയ്തിട്ട് ഈ റോഡ് ശരിയാക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്ന് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതങ്ങനെയൊന്നും ചെയ്തില്ല. അവർ ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഇങ്ങനെ തൊട്ടുകൊടിച്ച് വെച്ച പോലെ വെച്ച് അത്രയേ ഉള്ളൂ. ഇത് ആദ്യമേ ചെയ്താൽ നല്ല റോഡ് രീതി ചെയ്തും തുടങ്ങിയായിരുന്നെങ്കിൽ എന്തായിരുന്നു? അതല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ പറയണ്ടേ ഇത് ഇവിടുത്തെ ചെയ്തിട്ട് തുടങ്ങിയാമെന്ന് പറയണ്ടേ? ശരിക്കും അവർക്കല്ല അതിന്റെ അധികാരം. ഇവിടുത്തെ നമ്മളുടെ വല്ലവരും നാട്ടിൽ കിടക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളാണ് ഇവർ പറയേണ്ടത്. നിങ്ങൾ ഇത് ചെയ്തിട്ട് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ഒട്ടനവധി പേരാണ് ദുരിതം അനുഭവിക്കുന്നത്. നമുക്കിവിടെ കാഴ്ചകൾ കാണാം. പലരും യാത്ര ദുരിതം പേറുന്നു. ഇവിടത്തൂടെ യാത്ര എങ്ങനെയുണ്ട്? വളരെ ബുദ്ധിമുട്ടാണ്. അത്രേ പറയാനുള്ളൂ. സർക്കാരും നോക്കണില്ല, പഞ്ചായത്തും നോക്കണില്ല, ഒന്നും നോക്കണില്ല. വളരെ ബുദ്ധിമുട്ടെന്ന് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കണ്ട തള്ളിക്കൊണ്ടു പോകാനാ കണ്ട. ഈ ദേശീയപാത അതോറിറ്റി ഈ ജോലികളൊക്കെ നടത്തുമ്പോഴേ വലിയ ഉയരപ്പാത നിർമ്മിക്കുകയാണ്. പക്ഷെ അതിന്റെ ഒരു മുന്നൊരുക്കം വേണ്ടിയിരുന്നില്ലേ? അതിവർ ചെയ്തില്ല. അത് സർക്കാരും ചെയ്തില്ല, ഈ പഞ്ചായത്തും ചെയ്തില്ല.
അതാണ് കാരണം. മഴയാണെങ്കിൽ വെള്ളക്കെട്ട്, വെയിലാണെങ്കിൽ പൊടി അല്ലെ. ഈ സൈക്കിൾ കാണാൻ പാടില്ലേ? ഇന്നലെ തുടച്ചതാണ്. ഇന്നലെ തുടച്ചാണ്. ഇന്നിപ്പോഴത്തെ അവസ്ഥ കാണാൻ പാടില്ല. അത് ഇവർ രാത്രി വെള്ളം അടിച്ച് പമ്പ് ചെയ്ത് നേരെ റോട്ടിലേക്ക് വിടുകയും ഒരു ഉത്തരവാദിത്വമില്ല അല്ലെ. ഒരു അതാണ് ഹൈക്കോടതി ചോദിച്ചത്, ജനങ്ങൾക്കൊരു വിലയില്ലെന്ന്. ഇല്ല, ഒരു വിലയും ഇല്ല. ജനങ്ങളുടെ ജീവനും സുരക്ഷിതത്തിനും ഒരു വിലയും കൽപ്പിക്കാത്തൊരു സർക്കാരുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും അത്രത്തോളം പരാതികളാണ് ഇവിടെ നിന്ന് വരുന്നത്. നമുക്കത് കാഴ്ച കണ്ടാൽ തന്നെ അറിയാം. റോഡിന്റെ നില കൂടി നമുക്ക് കണ്ടിട്ട് ഞാൻ രാഗിനിലേക്ക് മടങ്ങി വരാം. കുണ്ടുകുഴി ഭയങ്കര സീനാണ് ഇവിടെ. ഇന്നലെ തൊട്ട് തുടങ്ങിയ ബ്ലോക്കാണ്. ഇപ്പോഴാണ് ഇത് ഇന്നിത്തിരി കുറഞ്ഞുള്ളൂ. യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കരമാണ്. ഇത് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. പൊടി അടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിൽ കൂടെ കുണ്ടും കുഴിയും ആകെ അലമ്പാണ്.